താരസംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ SIക്കുമെതിരെ നടി അൻസിബ നൽകിയ പരാതി DGPക്ക് കൈമാറിയതിനാൽ തുടർ നടപടികൾ ഉണ്ടാകാൻ സാധ്യത. തനിക്ക് പോലീസിൽ നിന്ന് മാനുഷിക പരിഗണന നിഷേധിക്കപ്പെട്ടു എന്ന് കാണിച്ചാണ് അൻസിബ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. കൂടാതെ അമ്മ ഓഫീസിലെ മുൻ ജീവനക്കാരി അതുല്യ നൽകിയ പരാതിയിലും നടപടി ഉണ്ടായേക്കും എന്നാണ് അറിയുന്നത്. ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ആൻ, അമ്മയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതിപ്പോൾ പോലീസ് കേസാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നടി അൻസിബയും അവിടുത്തെ ജീവനക്കാരി അതുല്യയും നൽകിയ പരാതികൾ പോലീസിന്റെ കയ്യിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഈ താരസംഘടനയായിട്ടുള്ള അമ്മയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിന് യാതൊരു തരത്തിലുമുള്ള പരിഹാരങ്ങൾ, താൽക്കാലിക പരിഹാരം പോലും നിലവിൽ സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതെല്ലാം ആ പ്രശ്നങ്ങളെല്ലാം ഗുരുതരമായി പോലീസ് കേസുകളായിട്ട് മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സംഘടന കടക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കമ്മിറ്റി യോഗങ്ങളിൽ ഉൾപ്പെടെ ഈ ചർച്ചയുമായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നടന്ന ഈ കമ്മിറ്റികളിലൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതുല്യയുടെ കാര്യം, കേസ് ഉൾപ്പെടെയുള്ളത് ഇന്നലെ പുറത്തേക്ക് വരുന്നു. പോലീസിൽ അതുല്യ പരാതി നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ അൻസിബ നൽകിയിരിക്കുന്ന പരാതി, അത് ലക്ഷ്മിപ്രിയയ്ക്കും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ SIക്കുമെതിരെയാണ് അൻസിബ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. തനിക്ക് മാനുഷിക പരിഗണനകളൊന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം അൻസിബ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ അതുല്യ ഇന്നലെ പരാതി നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ അൻസിബ നൽകിയിരിക്കുന്ന ഈ പരാതി, അത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി മുഖ്യമന്ത്രി പോലീസിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം നടക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ എന്തായിരിക്കും അതിലുണ്ടാകാൻ പോകുന്ന തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ അമ്മയിലും ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. അടുത്ത മാസം ആദ്യവാരത്തോടു കൂടി തന്നെ വിഷയം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ അൻസിബയെ കേൾക്കുമെന്നുള്ള കാര്യവും സംഘടന അറിയിച്ചിട്ടുണ്ട്. ഒപ്പം അൻസിബ പറഞ്ഞിരിക്കുന്ന പേരുകളായിട്ടുള്ള, അതായത് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പേരുകളായിട്ടുള്ള ടിനി ടോമ, അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ, കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ള ആളുകളെയും കേൾക്കുമെന്നുള്ള കാര്യം സംഘടന അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കണമെന്നുള്ള ആവശ്യം അൻസിബ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആവശ്യം അമ്മ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത് ഇപ്പോഴുള്ള സമിതി തന്നെയായിരിക്കും പ്രശ്നങ്ങൾ കേൾക്കുക എന്നാണ് സംഘടന അറിയിച്ചിരിക്കുന്നത്. അതിലെന്തായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടിയെന്നും അറിയണം. അതോടൊപ്പം തന്നെ അതുല്യ നൽകിയിരിക്കുന്ന പരാതിയിൽ എന്താണ് നടപടി ഉണ്ടാകാൻ പോകുന്നത്? ഇനി സംഘടനയ്ക്കുള്ളിൽ തന്നെ ഒരു നടപടി ഉണ്ടാകും, അതോ പോലീസ് കേസ്, അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിലനിൽക്കുന്നത്. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.